ഹലോ, എല്ലാവർക്കും ഭരണഘടനയുടെ 17ാമത്തെ അധ്യായത്തിൽ സ്വാഗതം. എല്ലാവരും ഓണം നല്ലവണ്ണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം രാജ ഹരിസിംഗ്. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? രാജ ഹരിസിംഗ്. കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാജ ഹരിസിംഗ്. കാശ്മീർ ഇന്ത്യയോട് ലയിക്കാൻ ഒപ്പുവെച്ച കരാർ ലയന കരാർ. ഒപ്പുവെച്ച തീയതി 1947 ഒക്ടോബർ 26 ആണെന്ന് ഓർമ്മിക്കുക. കാശ്മീർ ഇന്ത്യയോട് ലയിക്കാൻ ഒപ്പുവെച്ച കരാർ ലയന കരാർ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. ഒപ്പുവെച്ച തീയതി 1947 ഒക്ടോബർ 26 ആണ്. കാശ്മീർ ഇന്ത്യയോട് ലയിക്കാൻ ലയന കരാർ ഒപ്പുവെച്ച തീയതി 1947 ഒക്ടോബർ 26 ആണ്. കാശ്മീർ ഇന്ത്യയോട് ലയിക്കാൻ ലയന കരാർ ഒപ്പുവെച്ച തീയതി 1947 ഒക്ടോബർ 26 ആണെന്ന് ഓർമ്മിക്കുക. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? ശരിയായ ഉത്തരം ജുനഗഡ്. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ് ആണെന്ന് ഓർമ്മിക്കുക. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ് ആണെന്ന് ഓർമ്മിക്കുക. ജുനഗഡ് നവാബ് പാകിസ്ഥാനോട് ചേരാൻ തീരുമാനിച്ചപ്പോൾ 1948 ഫെബ്രുവരി 20 നടത്തിയ ജനഹിത പരിശോധനയിൽ 99% പേരും ഇന്ത്യയോട് ചേരാൻ വോട്ട് ചെയ്തു. ജുനഗഡ് നവാബ് പാകിസ്ഥാനോട് ചേരാൻ തീരുമാനിച്ചപ്പോൾ 1948 ഫെബ്രുവരി 20 നടത്തിയ ജനഹിത പരിശോധനയിൽ 99% പേരും ഇന്ത്യയോട് ചേരാൻ വോട്ട് ചെയ്തു എന്ന് ഓർമ്മിക്കുക. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ് ആണെന്ന് ഓർമ്മിക്കുക. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനം അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനം അറിയപ്പെടുന്നത്. ശരിയുത്തരം ജനഹിത പരിശോധന. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. ഇന്ത്യൻ ഭരണഘടനയിൽ റഫറണ്ടം എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. സ്വിറ്റ്സർലൻഡ് ആണ് റഫറണ്ടത്തിൻ്റെ നാട്. സ്വിറ്റ്സർലാൻഡ് ആണ് റഫറണ്ടത്തിൻ്റെ നാട് എന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ റഫറണ്ടം എന്ന വാക്ക് ഇല്ല. സ്വിറ്റ്സർലൻഡ് ആണ് റഫറണ്ടത്തിൻ്റെ നാട്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേര്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേര്. ശരിയായ ഉത്തരം ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. 1948 സെപ്റ്റംബർ 13-18 വരെ നടന്ന ഓപ്പറേഷൻ പോളോക്ക് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർമ്മിക്കുക. 1948 സെപ്റ്റംബർ 13-18 വരെ നടന്ന ഓപ്പറേഷൻ പോളോക്ക് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1948 സെപ്റ്റംബർ 13 തൊട്ട് 18 വരെ നടന്ന ഓപ്പറേഷൻ പോളോക്ക് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഹൈദരാബാദ് നൈസാമിൻ്റെ സ്വകാര്യ സേന റസാക്കർമാർ ആണെന്ന് ഓർമ്മിക്കുക. ഹൈദരാബാദിൻ്റെ നൈസാമിൻ്റെ സ്വകാര്യ സേനയുടെ പേര് റസാക്കർമാർ ആണെന്ന് ഓർമ്മിക്കുക. ഹൈദരാബാദ് നൈസാമിൻ്റെ സ്വകാര്യ സേനയുടെ പേര് റസാക്കർമാർ ആണെന്ന് ഓർമ്മിക്കുക. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ ആണെന്ന് ഓർമ്മിക്കുക. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെ? 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെ? ശരിയായ ഉത്തരം പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1962 ഫ്രഞ്ച് പ്രദേശങ്ങൾ ഔദ്യോഗികമായി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ആയത്. 1962 ഫ്രഞ്ച് പ്രദേശങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ആയത്.
1962 ഫ്രഞ്ച് പ്രദേശങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ആയതെന്ന് ഓർമ്മിക്കുക. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ. ശരിയാത്തരം ഗോവ, ദാമൻ, ദിയു. ശരിയാത്തരം ഗോവ, ദാമൻ, ദിയു. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ എന്ന് ചോദിച്ചാൽ ഗോവ, ദാമൻ, ദിയു. ഗോവ, ദാമൻ, ദിയു. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. ഈ പ്രദേശങ്ങളാണ് പിന്നീട് പുതുച്ചേരി ആയതെന്ന് ഓർമ്മിക്കുക. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു. 1961 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്ത അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു ആണെന്ന് ഓർമ്മിക്കുക. ഗോവ വിമോചനത്തിനായുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയിയാണ്. ഗോവയെ പോർച്ചുഗലിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ആണെന്ന് ഓർമ്മിക്കുക. ഗോവയെ പോർച്ചുഗലിൽ നിന്ന് വിമോചിക്കാനുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. 1961 ഡിസംബർ 18 തൊട്ട് 19 വരെ. 1961 ഡിസംബർ 18 ടു 19. ഗോവ വിമോചനത്തിനായുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ഗോവ വിമോചനത്തിനായുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് 1961 ഡിസംബർ 18 തൊട്ട് 19 വരെയാണ്. 1961 ഡിസംബർ 18 തൊട്ട് 19 വരെയാണ് ഓപ്പറേഷൻ വിജയ് നടന്നത്. ഗോവ ഇന്ത്യയിലെ 25ാം സംസ്ഥാനമായത് 1987 മെയ് 30-നാണ്. ഗോവ ഇന്ത്യയിലെ 25ാം സംസ്ഥാനമായത് 1987 മെയ് 30-നാണ്. ഗോവ ഇന്ത്യയിലെ 25ാം സംസ്ഥാനമായത് 1987 മെയ് 30-നാണ്. ഗോവ വിമോചനത്തിനായുള്ള സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് 1961 ഡിസംബർ 18 തൊട്ട് 19 വരെയാണ്. ഇന്ത്യ പാക് വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകൾ ഏതൊക്കെ? ഇന്ത്യ പാക് വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകൾ ഏതൊക്കെ? ശരിയായ ഉത്തരം മേഘദാക്കധാര ഹൃതിക് കട്ടക്കിൻ്റെയാണ്. ഗരം ഹവ എം.എസ്. സത്യു. ഗരം ഹവ എം.എസ്. സത്യുടെ. തമസ് ഗോവിന്ദ് നിഹലാനിയുടെയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സിൻ്റെയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സിൻ്റെ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകൾ മേഘദാക്കധാര, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘദാക്കധാര, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘദാക്കധാര ഹൃതിക് കട്ടക്കാണ്. ഗരം ഹവ എം.എസ്. സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. ഓർമ്മിക്കുക. ഹൃതിക് കട്ടക്കിൻ്റെ മേഘദാക്കധാര 1960 പുറത്തിറങ്ങിയ ബംഗാളി സിനിമയാണെന്ന് ഓർമ്മിക്കുക. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി. ശരിയായ ഉത്തരം വി.പി. മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളിയായിരുന്നു വി.പി. മേനോൻ. ഫുൾ നെയിം വപ്പാല പങ്കുണ്ണി മേനോൻ. വി.പി. മേനോൻ അല്ലെങ്കിൽ വപ്പാല പങ്കുണ്ണി മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി വി.പി. മേനോനാണെന്ന് ഓർമ്മിക്കുക. വി.പി. മേനോൻ കേരളത്തിലെ ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിൻ്റെ വലങ്കൈ എന്നറിയപ്പെട്ടു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിൻ്റെ വലങ്കൈ ആയിരുന്നു വി.പി. മേനോൻ എന്ന് ഓർമ്മിക്കുക. വി.പി. മേനോൻ എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെ? വി.പി. മേനോൻ എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെ? The Transfer of Power in India, The Story of the Integration of Indian State. The Story of the Integration of the Indian State. വി.പി. മേനോൻ എഴുതിയ പുസ്തകങ്ങൾ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. വി.പി. എഴുതിയ പുസ്തകങ്ങൾ നോക്കാം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. വി.പി. മേനോൻ എഴുതിയ പുസ്തകങ്ങൾ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം 1956 പ്രസിദ്ധീകരിച്ചത്. ദി സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം
1956 പ്രസിദ്ധീകരിച്ചത്. BP മേനോൻ എഴുതിയ പ്രശസ്ത പുസ്തകങ്ങൾ: ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. BP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം. BP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. BP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. BP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. 1951 മെയ് 6 മുതൽ ജൂലൈ 17 വരെ വളരെ ചെറിയ കാലയളവിൽ ഒഡീഷയുടെ ആക്ടിംഗ് ഗവർണറായിരുന്നു. 1951 മെയ് 6 മുതൽ ജൂലൈ 17 വരെ വളരെ ചെറിയ കാലയളവിൽ ഒഡീഷയുടെ ആക്ടിംഗ് ഗവർണറായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. പൗരത്വം എന്ന ആശയം ആദ്യം ഉടലെടുത്തത് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലാണെന്ന് ഓർമ്മിക്കുക. പൗരത്വം എന്ന ആശയം ആദ്യം ഉടലെടുത്തത് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലാണ്. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ആരുടെ നിർവചനം? ഒരു രാഷ്ട്രത്തിലെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ആരുടെ നിർവചനം? ശരിയായ ഉത്തരം അരിസ്റ്റോട്ടിൽ. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. ആരുടെ നിർവചനം? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിനെ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അരിസ്റ്റോട്ടിലിനെ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അരിസ്റ്റോട്ടിലിനെ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ശരിയായ ഉത്തരം ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ ഏറ്റവും ചെറിയ ഭാഗങ്ങളിലൊന്നാണ് ഭാഗം 2. പൗരത്വ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 11 ആണ്. പൗരത്വ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 11 ആണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ ഏറ്റവും ചെറിയ ഭാഗങ്ങളിലൊന്നാണ് ഭാഗം 2. ഭരണഘടനയുടെ ഏറ്റവും ചെറിയ ഭാഗങ്ങളിലൊന്നാണ് ഭാഗം 2. പൗരത്വ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 11 ആണെന്ന് ഓർമ്മിക്കുക. പൗരത്വ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 11 ആണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതു തരം? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതു തരം? ശരിയായ ഉത്തരം ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതു തരം? ഏക പൗരത്വം. ഇരട്ട പൗരത്വം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിൽ ഏക പൗരത്വമേ ഉള്ളൂ. എങ്കിലും OCI കാർഡ് വഴി പരിമിത ഇരട്ട പൗരത്വം സൗകര്യം നൽകുന്നു. OCI കാർഡ് വഴി പരിമിത ഇരട്ട പൗരത്വ സൗകര്യം നൽകുന്നു. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന്? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന്? ബ്രിട്ടനിൽ നിന്ന്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന്? ബ്രിട്ടനിൽ നിന്ന്. പാർലമെൻ്ററി സംവിധാനം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയും ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. പാർലമെൻ്ററി സംവിധാനം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയും ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. പാർലമെൻ്ററി സംവിധാനം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയും ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് ഓർമ്മിക്കുക. 1950 ജനുവരി 26-നോ അതിനുശേഷമോ എന്നാൽ 1987 ജൂലൈ 1-ന് മുൻപോ ഇന്ത്യയിൽ ജനിച്ചവരുടെ പൗരത്വം. 1950 ജനുവരി 26-നോ അതിനുശേഷമോ എന്നാൽ 1987 ജൂലൈ 1-ന് മുൻപോ ഇന്ത്യയിൽ ജനിച്ചവരുടെ പൗരത്വം എന്തായിരുന്നു? ശരിയുത്തരം മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യൻ പൗരന്മാർ. മാതാപിതാക്കളുടെ പൗരത്വം
പരിഗണിക്കാതെയായിരുന്നു ഇന്ത്യൻ പൗരന്മാർ. 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെയാണ് ഇന്ത്യൻ പൗരന്മാരായി ഗണിച്ചത്. മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ആണ് ഇന്ത്യൻ പൗരന്മാർ എന്ന പരിഗണന ലഭിച്ചത്. മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെയാണ് ഇന്ത്യൻ പൗരന്മാർ ആയിരുന്നത്. 1950 ജനുവരി 26 തൊട്ട് 1987 ജൂലൈ 1 വരെ 1950 ജനുവരി 26 തൊട്ട് 1987 ജൂലൈ 1 വരെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യൻ പൗരന്മാർ ആയിരുന്നു. മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യൻ പൗരന്മാർ എന്ന പരിഗണന ലഭിക്കുമായിരുന്നു. 1950 ജനുവരി 26 തൊട്ട് 1987 ജൂലൈ 1 വരെ എന്ന് ഓർമ്മിക്കുക. ഇതിനെ ജസ് സോളി ജന്മസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം എന്ന് പറയുന്നു. ഇതിനെ ജസ് സോളി അല്ലെങ്കിൽ ജന്മസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം എന്ന് പറയുന്നു. ഇതിനെ ജസ് സോളി അല്ലെങ്കിൽ ജന്മസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം എന്ന് പറയുന്നു. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ. ശരിയായ ഉത്തരം മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം, എന്നാലേ പൗരത്വം ലഭിക്കുകയുള്ളൂ. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് ഓർമ്മിക്കുക. 1986 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഈ വ്യവസ്ഥ വന്നത് എന്ന് ഓർമ്മിക്കുക. 1986 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഈ വ്യവസ്ഥ വന്നത്. 1986 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഈ വ്യവസ്ഥ വന്നത്. ഇതിനു മുന്നേ 1987 ജൂലൈ 1-ന് മുന്നേ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെയാണ് ഇന്ത്യൻ പൗരന്മാരായിരുന്നത്. 1987 ജൂലൈ 1-ന് മുമ്പ് മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെയാണ് ഇന്ത്യൻ പൗരന്മാരായത്. എന്നാൽ 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം പൗരത്വം ലഭിക്കാൻ. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത് വന്നത് 1986 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ്. 1986 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഇത് വന്നത്. 2004 ഡിസംബർ 3-നോ ശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ. 2004 ഡിസംബർ 3-നോ ശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെയും ഇരിക്കണം. മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെയും ഇരിക്കണം. 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെയും ഇരിക്കണം. രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെയും ഇരിക്കണം. 2004 ഡിസംബർ 3-നോ ശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കാൻ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെയും ഇരിക്കണം എന്ന് ഓർമ്മിക്കുക. 2003 പൗരത്വ ഭേദഗതി നിയമമാണ് ഏറ്റവും കർശനമായ ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് എന്ന് ഓർമ്മിക്കുക. 2003 പൗരത്വ ഭേദഗതി നിയമമാണ് ഏറ്റവും കർശനമായ ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. 2003 പൗരത്വ ഭേദഗതി നിയമമാണ് ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനല്ലാതെ ഇരിക്കണമെന്ന് പറഞ്ഞത് മാതാപിതാക്കൾ. 2003 പൗരത്വ ഭേദഗതി ഓർമ്മിക്കുക. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നേടാൻ എത്ര മാർഗങ്ങളുണ്ട്? 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നേടാൻ എത്ര മാർഗങ്ങളുണ്ട്? 5 മാർഗങ്ങൾ. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നേടാൻ എത്ര മാർഗങ്ങളുണ്ട്? 5 മാർഗങ്ങൾ. 5 മാർഗങ്ങൾ: ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം. 5 മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നേടാൻ എത്ര മാർഗങ്ങളുണ്ട്? 5 മാർഗങ്ങൾ. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം.
ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ: പരിത്യാഗം, നിർത്തലാക്കൽ, അപഹരണം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ: പരിത്യാഗം, നിർത്തലാക്കൽ, അപഹരണം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നേടാനുള്ള മാർഗ്ഗങ്ങൾ 5 മാർഗ്ഗങ്ങളാണ്. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം വഴി ഒരാൾക്ക് പൗരത്വം നേടാം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ 3 രീതിയിൽ. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ 3 രീതിയിൽ: പരിത്യാഗം, നിർത്തലാക്കൽ, അപഹരണം. പരിത്യാഗം, നിർത്തലാക്കൽ, അപഹരണം. റെനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിൽ. റെനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. റെനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്ന് ഓർമ്മിക്കുക. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ 3 രീതിയിൽ: പരിത്യാഗം, നിർത്തലാക്കൽ, അപഹരണം. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി. ശരിയായ ഉത്തരം LM സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണെന്ന് ഓർമ്മിക്കുക. ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003 ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പദ്ധതി തുടങ്ങിയത്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003 OCI അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന പദ്ധതി തുടങ്ങിയത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003 OCI അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന പദ്ധതി തുടങ്ങിയത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണെന്ന് ഓർമ്മിക്കുക. ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കാം? ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കാം? ശരിയായ ഉത്തരം 7 വർഷം. ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 7 വർഷം. ചിരകാല അധിവാസം വഴി പൗരത്വം ലഭിക്കാൻ 11 വർഷത്തെ താമസം വേണം. ചിരകാല അധിവാസം വഴി പൗരത്വം ലഭിക്കാൻ 11 വർഷത്തെ താമസം വേണം. ചിരകാല അധിവാസം വഴി പൗരത്വം ലഭിക്കാൻ 11 വർഷത്തെ താമസം വേണം. അവസാനത്തെ 12 മാസം തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അവസാനത്തെ 12 മാസം തുടർച്ചയായി ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിച്ചാൽ. ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിച്ചാൽ. ശരിയായ ഉത്തരം ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും, നിർത്തലാക്കൽ എന്ന ആശയം വഴി. ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും, നിർത്തലാക്കൽ എന്ന ആശയം വഴി. ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിച്ചാൽ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും, നിർത്തലാക്കൽ വഴി. ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും, നിർത്തലാക്കൽ വഴി. ഇന്ത്യ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. വിദേശ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ ഇല്ലാതാകും. ഇന്ത്യ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. വിദേശ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ ഇല്ലാതാകും, ടെർമിനേഷൻ വഴി. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്ക്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്ക്? ശരിയായ ഉത്തരം പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്ക്? പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി. പൗരത്വം എന്നത് യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ്. പൗരത്വം എന്നത് യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണെന്ന് ഓർമ്മിക്കുക. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 11 വഴി പൗരത്വം എന്നത് യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ആണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ആണ്. 1955 നിയമം ഇതുവരെ 6 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 1986, 1992, 2003, 2005, 2015, 2019. 1955 നിയമം ഇതുവരെ 6 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ആണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ആണ്. 1955 നിയമം ഇതുവരെ 6 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 1986, 1992, 2003, 2005, 2015, 2019. 1986,
1992, 2003, 2005, 2015, 2019. 1986, 1992, 2003, 2005, 2015, 2019. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം എവിടെ നിക്ഷിപ്തമാണ്? ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം എവിടെ നിക്ഷിപ്തമാണ്? ശരിയായ ഉത്തരം കേന്ദ്ര സർക്കാരിൽ. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്ന് ഓർമ്മിക്കുക. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. വഞ്ചന, ഭരണഘടനയുടെ കൂറില്ലായ്മ, ശത്രുരാജ്യത്തിൻ്റെ സഹായം തുടങ്ങിയ കാരണങ്ങളാൽ ഡിപ്രിവേഷൻ വഴി പൗരത്വം റദ്ദാക്കാം. വഞ്ചന, ഭരണഘടനയുടെ കൂറില്ലായ്മ, ശത്രുരാജ്യത്തിന് സഹായം തുടങ്ങിയ കാരണങ്ങളാൽ ഡിപ്രിവേഷൻ വഴി പൗരത്വം റദ്ദാക്കാം. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. വഞ്ചന, ഭരണഘടനയുടെ കൂറില്ലായ്മ, ശത്രുരാജ്യത്തിന് സഹായം തുടങ്ങിയ കാരണങ്ങളാൽ ഡിപ്രിവേഷൻ വഴി റദ്ദ് ചെയ്യാം. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നേടാനുള്ള മാർഗം രജിസ്ട്രേഷൻ വഴിയാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നേടാനുള്ള മാർഗം രജിസ്ട്രേഷൻ വഴിയാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നേടാനുള്ള മാർഗം രജിസ്ട്രേഷൻ വഴിയാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിച്ച് 7 വർഷം ഇന്ത്യയിൽ താമസിച്ച വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ച് 7 വർഷം ഇന്ത്യയിൽ താമസിച്ച വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കും. ഈ വർഷം ഓർമ്മിക്കണം, ഇത് ചോദിച്ചതാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിച്ച് 7 വർഷം ഇന്ത്യയിൽ താമസിച്ച വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ച് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ വിദേശിക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കും. പൗരത്വത്തെ എങ്ങനെ തരംതിരിക്കാം? ശരിയായ ഉത്തരം സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. പൗരത്വത്തെ എങ്ങനെ തരംതിരിക്കാം? സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. ജന്മന ലഭിക്കുന്നതാണ് സ്വാഭാവിക പൗരത്വം. നിയമ നടപടികളിലൂടെ നേടുന്നതാണ് ആർജിത പൗരത്വം, നാച്ചുറൽ ആൻഡ് അക്വയർഡ്. ജന്മന ലഭിക്കുന്നത് സ്വാഭാവിക പൗരത്വം, നിയമ നടപടികളിലൂടെ നേടുന്നത് ആർജിത പൗരത്വം, നാച്ചുറൽ ഓർ അക്വയർഡ്. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന 1989 ആർജിത പൗരത്വത്തിലൂടെ ഇന്ത്യൻ പൗരനായ വ്യക്തി. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന 1989 ആർജിത പൗരത്വത്തിലൂടെ ഇന്ത്യൻ പൗരനായ വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം ലാറി ബേക്കർ. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന 1989 ആർജിത പൗരത്വത്തിലൂടെ ഇന്ത്യൻ പൗരനായ വ്യക്തി ലാറി ബേക്കർ ആണ്. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി ലാറി ബേക്കർ ആണ്. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി ലാറി ബേക്കർ ആണ്. 1989 ആർജിത പൗരത്വത്തിലൂടെ ഇന്ത്യൻ പൗരനായ വ്യക്തിയുമാണ് ലാറി ബേക്കർ. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തി. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് മദർ തെരേസ. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് മദർ തെരേസ. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് മദർ തെരേസ. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ അൽബേനിയൻ വംശജയാണ്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ അൽബേനിയൻ വംശജയാണ്. 1979 നോബൽ സമാധാന പുരസ്കാരം, 1980 ഭാരതരത്നം ലഭിച്ചു. 1979 നോബൽ സമാധാന പുരസ്കാരം ലഭിച്ചു. 1980 ഭാരതരത്നം ലഭിച്ചു. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് മദർ തെരേസ. ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെ? ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെ? ഉത്തരം വോട്ട് ചെയ്യാനുള്ള അവകാശം, മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം. വോട്ട് ചെയ്യുവാനുള്ള അവകാശം, മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ വോട്ട് ചെയ്യാനുള്ള അവകാശം, മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണ്, വിദേശികൾക്ക് ലഭിക്കില്ല. ആർട്ടിക്കിൾ 15, 16, 19, 29, 30. ആർട്ടിക്കിൾ 15, 16, 19, 29, 30. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണെന്ന് ഓർമ്മിക്കുക. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളാണ്, വിദേശികൾക്ക് ലഭിക്കില്ല എന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം, മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം,
ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.